ലയണൽ മെസ്സിയെ ക്ഷണിക്കാൻ പോയ ഇനത്തിൽ സർക്കാരിന് ചിലവ് 13 ലക്ഷം. കായിക മന്ത്രി, കായിക യുവജനകാര്യ സെക്രട്ടറി, കായിക യുവജനകാര്യ ഡയറക്ടർ എന്നിവരാണ് സ്പെയിൻ സന്ദർശിച്ചത്. മെസ്സിയെ കാണാതെയായിരുന്നു ക്ഷണിക്കാനെത്തിയത്. ഇതിന്റെ വിവരാവകാശ രേഖ പുറത്ത. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, മെസ്സി ഇപ്പോൾ എത്തും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. എന്തായാലും കാശും പോയി, മെസ്സിയും വരില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായോ? തീർച്ചയായും നിലവിലുള്ള വിവരങ്ങൾ, വിവരാശപ്രകാരമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അതുതന്നെയാണ് വ്യക്തമാകുന്നത്. മെസ്സി വരില്ല എന്ന് മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്ന മന്ത്രി ഒടുവിൽ വരില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ മെസ്സിയെ കാണാതെയുള്ള യാത്ര. ഏറ്റവും പ്രധാനം അവിടെ മെസ്സിയെ കണ്ട് മെസ്സിയോട് സംസാരിക്കുക എന്നതായിരുന്നു. എന്നാൽ ആ യാത്രയിൽ ഒരിടത്തും മെസ്സിക്ക് അടുത്തെത്താൻ പോലും മന്ത്രിക്കും മന്ത്രിയുടെ കൂടെയുള്ള അനുചര വൃന്ദത്തിനും കഴിഞ്ഞില്ല. പകരം മറ്റു ചില ആളുകളെ കണ്ടു, ജേഴ്സി കൈമാറി, ജേഴ്സി എടുത്ത് ഫോട്ടോ എടുത്തു. അത് അത്തരത്തിൽ ആ ഒരു ഫോട്ടോ എടുത്തുള്ള യാത്രയ്ക്കാണ് ഇത്രയധികം തുക ചെലവായത് എന്നതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസമായി മാറിയിരിക്കുന്നത്. 13,04,434 രൂപയുടെ ചെലവാണ് മന്ത്രിയുടെയും കൂടെയുള്ള ആളുകളുടെയും ഈ യാത്രയ്ക്ക്, കായിക മന്ത്രിയുടെ സ്പെയിൻ സന്ദർശനത്തിന് വേണ്ടി ചെലവായത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ പറഞ്ഞത് ഇപ്പോൾ തന്നെ മെസ്സിയെ കാണും, മെസ്സിയെ കണ്ടതിന് ശേഷം മെസ്സിയുടെ സമ്മതം വാങ്ങും, മെസ്സി വൈകാതെ കേരളത്തിലേക്ക് എത്തും, അത് വലിയൊരു ആഘോഷമായി മാറും. അങ്ങനെ മെസ്സിയെ കൊണ്ടുവന്ന മന്ത്രി എന്ന പ്രശസ്തി തനിക്കും ഒപ്പം തന്നെ അതിൻ്റെ സംഘാടകർക്കും ലഭിക്കുമെന്നെല്ലാമുള്ള കണക്കുകൂട്ടലിലായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നത് എങ്കിൽ അത് മുഴുവൻ തെറ്റുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത്. അവിടെ ഈ ചെലവ് മാത്രം ബാക്കിയായി നിൽക്കുന്നു. ഇത്രയധികം രൂപ ചെലവായത് സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെയാണ് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് പ്രത്യാരോപണങ്ങൾ ശക്തമാണ് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട്. അത് കുറേ നാളുകളായി തുടങ്ങിയതാണ് ആ ഒരു വിവാദങ്ങൾ. ആ വിവാദം അതിൻ്റെ കൊടുമ്പിരിയിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇതിൻ്റെ വിവരങ്ങൾ പ്രധാനമായും പുറത്തു വരുന്നത്. യാത്രയിൽ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും രാജ്യാന്തര സൗഹൃദ മത്സരങ്ങളുടെ വേദിയായി കേരളത്തെ പരിഗണിക്കുന്നതിനുള്ള സജീവ സാധ്യത ചർച്ചയായി എന്നെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ മന്ത്രി കുറിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയോടെയാണ് ആ മെസ്സിയെ കാണാതെയുള്ള ആ യാത്രയെ മന്ത്രി കണ്ടത് എന്നതാണ് ഈ ഒരു സമൂഹ മാധ്യമ പോസ്റ്റിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നത്. ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ മന്ത്രി പങ്കുവെക്കുകയും ചെയ്തു. സ്പോർട്സ് മന്ത്രി അത് പങ്കുവെച്ചുകൊണ്ട് അവിടെ നടത്തിയ തൻ്റെ യാത്രയുടെ മുന്നേറ്റങ്ങൾ എന്ന രീതിയിലായിരുന്നു അതിനെ അവതരിപ്പിക്കുകയും ചെയ്തത്. അവിടെയാണ് വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഇക്കാര്യത്തിൽ സർക്കാരിന് വരുത്തിവെച്ചുകൊണ്ട് ഉള്ളതായിരുന്നു ഈ ഒരു യാത്ര എന്ന് ഇപ്പോൾ വിവരാവകാശ പ്രകാരമുള്ള മറുപടിയിലൂടെ വ്യക്തമായിരിക്കുന്നത്. അതെ, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.